പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈംഗികത നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മരുന്നുകളില്ലാതെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം. കൂടാതെ സർജറി വരെ പറഞ്ഞ ഒരാളാണ് നിങ്ങൾക്ക് എങ്കിൽ സർജറി കൂടാതെ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് വീക്കം നിങ്ങൾക്ക് മാറ്റിയെടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്. നമുക്കൊക്കെ അറിയാം, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു ഗ്ലാൻഡാണ്. അത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ മൂത്രനാളിയുടെ 2 സൈഡിലായിട്ട് വരുന്ന പുരുഷന്മാർക്കുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിന് വീക്കം വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ മൂത്രനാളിയുടെ സൈസ് വളരെ ചുരുങ്ങി പോകും. അങ്ങോട്ടേക്ക് ബൾജ് ചെയ്ത് വരുമ്പോൾ സൈസ് വളരെ ചുരുങ്ങി പോകുന്ന കാരണം കൊണ്ട്, അത് നേരുവായി പോകുന്ന കാരണം കൊണ്ട് മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് മെയിനായിട്ട് അത് കാണിക്കുന്നത്. അത് മൂത്രമൊഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നുക, അതും പിടിച്ച് നിർത്താൻ കഴിയാത്തൊരവസ്ഥ, മൂത്രമൊഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്രം വരാത്തൊരവസ്ഥ, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ബ്രേക്സ് വന്ന് മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അടിവയറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഹെവിനെസ്, ഇങ്ങനെയൊക്കെയാണ് മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത്. കൂടാതെ ലൈംഗികപരമായിട്ടുള്ള ശേഷിക്കുറവുകളും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം ഉണ്ടാകാറുണ്ട്. അത് പല ആളുകളും അതിനെ അവഗണിക്കാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ലൈംഗികപരമായിട്ട് ശേഷിക്കുറവ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിലുള്ള പ്രശ്നങ്ങൾ, ഉദാഹരണമില്ലായ്മ, അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം, അതൊക്കെ ഭയങ്കരമായിട്ട് ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. കൂടാതെ ഇതിനോടുള്ള താല്പര്യം, ലൈംഗികതയോടുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ശുക്ലത്തിൻ്റെ അളവ് ഒന്നെങ്കിൽ കുറയുക, ബന്ധപ്പെടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന, ഇതെല്ലാം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മെയിനായിട്ട് ഏർലി ഡയഗ്നോസിസ് ആണ്. ഇതിന് ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ലാബിൽ പോയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, വയറിൻ്റെ ഒരു സ്കാനിങ് എടുക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു സെക്ഷൽ ബാലൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷലി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സെക്ഷലി ആക്റ്റീവ് ആവുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ സെക്സ് കൂടുതലായി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ചില ആളുകൾക്ക് അത് വളരെ കുറഞ്ഞ ആളുകളായിരിക്കും, മാസത്തിലേക്ക് 1-2 തവണ മാത്രമുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ ഡെയിലി എന്നുള്ള രീതിയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ മെയിനായിട്ട് ഒരു സെക്ഷൽ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് അത് അവരുടെ ഹോർമോൺ ഇംബാലൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് നമ്മളിത് പറയുന്നത് എന്താ വെച്ചാൽ, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇജാക്കുലേഷൻ എന്നുള്ള പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇജാക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലായിട്ട് സെമൻ ഔട്ട് ആവാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിന് ഇൻഫ്ലമേഷൻസ്, പ്രോസ്റ്റേറ്റ് വീക്കം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കൂടാതെ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് ഇൻഫ്ലമേറ്ററി പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ റിലീസ് ചെയ്ത് അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ള രീതിയിലേക്ക് വരെ പോകാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളൊരു പാർട്ട്ണറുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു സെക്ഷലി ആക്റ്റീവ് ആവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് സെക്സ് സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. ഇനി ചില ആളുകളുണ്ട്, മിക്ക ആളുകളും ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം വരുന്നത് ഒരു 50 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ലൈംഗികപരമായിട്ട് വളരെ ശേഷിക്കുറവുകളുള്ള ആളുകളുണ്ടാവും, ഉദാഹരണശേഷി ഇല്ലാത്ത ആളുകളുണ്ടാകും, അല്ലെങ്കിൽ തീരെ അവരുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സെക്സ് സംഭവിക്കാത്ത ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇടയിൽ ഫിസിക്കലി സെക്സ് നടന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഇമോഷണൽ സെക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ഹഗ്ഗിങ്, കിസ്സിങ് പോലുള്ള നിങ്ങൾ ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ സെക്സ് സംഭവിക്കണം. അതിന് നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിലും സാരമില്ല, നിങ്ങൾ മെൻ്റലി എങ്കിലും നിങ്ങൾ ആ സെക്സിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവണം. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ ഹോർമോൺ പല രീതിയിലും അവിടെ ബാലൻസ്ഡ് ആകുന്നുണ്ട്. അതൊരു ഫിസിക്കൽ കോണ്ടാക്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇനി പാർട്ട്നേഴ്സ് ഇല്ലാത്ത ആളുകൾ, അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ കരുതും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം വയസ്സായിട്ടുള്ള ആളുകളിൽ മാത്രം വരുന്നൊരു ഇഷ്യൂ അല്ലേ ഡോക്ടറെ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇന്ന് എൻ്റെ OP-യിൽ ഒരുപാട് കേസസ്
ഞാൻ ഈ യുവാക്കളിലും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇൻഫ്ലമേഷൻസ് കാണാറുണ്ട്. അത് മെയിനായിട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് ഇല്ലാത്ത ആളുകൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മാസ്റ്റുർബേഷൻ ചെയ്യുക. അപ്പോൾ ആ വീക്ക്ലി വൺസ് എങ്കിലും മാസ്റ്റുർബേറ്റ് ചെയ്തിട്ട് ഇജാക്കുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇൻഫ്ലമേഷൻസ് അവർക്ക് തടയാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡബിൾ വോയിഡിങ് ടെക്നിക്ക്. ഡബിൾ വോയിഡിങ് ടെക്നിക്ക് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞു, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വീക്കം വരുമ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ മൂത്രനാളി നേരോ ആവുന്നതോട് കൂടിയിട്ട് തന്നെ മുഴുവൻ മൂത്രം പോവില്ല. അവർ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവർക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് തോന്നില്ല. കുറച്ച് മൂത്രം അവിടെ കെട്ടിക്കിടക്കും. അതിന് നമ്മൾ റെസിഡൽ യൂറിൻ എന്ന് പറയും, കെട്ടിക്കിടക്കുന്ന മൂത്രം. അപ്പോൾ ഒരു തവണ നമ്മൾ മൂത്രമൊഴിച്ച് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് മൂത്രം ഒഴിക്കാൻ ശ്രമിച്ചു കഴിയുകയാണെങ്കിൽ ഈ റെസിഡൽ യൂറിൻ ഔട്ടായി കഴിഞ്ഞിട്ട് അതിന് ഡ്രെയിൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ നിങ്ങളത് സഹായിക്കും. അത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇൻഫ്ലമേഷൻസ് ഇല്ലാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ എപ്പോഴും ഇരുന്ന് മൂത്രമൊഴിക്കാൻ നോക്കുക. അത് സയൻറ്റിഫിക്കലിയും ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് ഒരുപാട് ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമ്മളെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇൻഫെക്ഷൻസിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീനിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് വളരെയേറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്? മെയിനായിട്ട് വെള്ളത്തിൻ്റെ കാര്യം. നമ്മൾ വെള്ളം കുടിക്കുക, എല്ലാവരുടെ നമ്മൾ പറയും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയും. പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കുള്ള ആളുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർ വെള്ളം കുടിക്കണം. എപ്പോൾ? അവർക്ക് ദാഹമുള്ള സമയത്ത് മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുക. അതും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അറ്റ് എ ടൈം ഒറ്റ ഇരുത്തത്തിൽ തന്നെ എല്ലാ ഇതും കൂടെ അങ്ങ് കുടിച്ച് തീർക്കരുത്. അത് സിപ്പായിട്ട് ടൈം എടുത്തിട്ട് കുടിക്കുക, ദാഹം തോന്നുന്ന സമയത്ത് കുടിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വീക്കമുള്ള ആളുകൾ മെയിനായിട്ട് വൈകുന്നേരങ്ങൾ ഒരു 5 മണിക്ക് ശേഷം ടീ, കോഫി പോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ആയിട്ടുള്ള ജ്യൂസസോ വെള്ളമോ ഒക്കെ കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇത് നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ നീക്കുന്നതും അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോകുന്നതും നിങ്ങളെ ഉറക്കത്തെ വളരെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നത് വരെ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 5 മണിക്കുള്ളിൽ മാക്സിമം ഫ്ലൂയിഡ് ഫുഡ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട സംഭവമാണ് ആൽക്കഹോൾ, സ്മോക്കിങ്. ഈ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ മെയിനായിട്ട് നമുക്കറിയാം എല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ദോഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ അതിന് വീക്കം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും അതിന് രൂപമാറ്റം വരാം. അത് ക്യാൻസർ പോലുള്ള അവസ്ഥയിലേക്ക് വരെ എത്താറുണ്ട്. അപ്പോൾ ഈ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുശ്ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അത് നിർത്തേണ്ടതാണ്. അടുത്തതായിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ടീ, കോഫി പോലുള്ള സംഭവങ്ങൾ. ഇതും തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞു, ഒരു 5 മണിക്ക് മുന്നേ അഥവാ കുടിക്കുന്നുണ്ടെങ്കിലും 1-2 ചായ മാത്രം രാവിലെയും ഈവനിങ്ങിലും 5 മണിക്കുള്ളിലായിട്ട് കുടിച്ച് തീർക്കുക. അതിനുശേഷം മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വീക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീക്കം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറ്റിൽ മെയിനായിട്ട് ഫൈബ്രസ് ഫുഡ് കൂടുതലായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മലബന്ധം വരുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വയറ് കട്ടിയായിട്ട് ഉറച്ചു പോകുന്ന സമയത്ത് അത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൊടുക്കും. ഈ പ്രഷർ കാരണം അതിന് ഇൻഫ്ലമേഷൻ കൂട്ടാനും അതുപോലെ തന്നെ യൂറിൻ കംപ്ലയിൻസ് കൂട്ടാനും വളരെയേറെ അതിന് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫൈബ്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ ഡയറ്റിൽ മെയിനായിട്ട് നിങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നമുക്കറിയാം ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ഫുഡാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ ചില ആളുകൾക്ക് പ്രയാസമായിരിക്കും. അതുപോലെ
അതുപോലെ തന്നെ കിഡ്നി പ്രോബ്ലംസ് പോലുള്ള ആളുകൾക്കൊക്കെ ടൊമാറ്റോ കൂടുതലായിട്ട് കഴിക്കുന്നതും പ്രശ്നമാണ്. അപ്പോൾ അതില്ലാത്ത ആളുകൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ടൊമാറ്റോ ഒന്നുകിൽ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പ്യൂരി പോലെ കഴിക്കുക. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് സൂപ്പ് പോലെ, ടൊമാറ്റോ സൂപ്പ് പോലെയൊക്കെ കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടൊമാറ്റോ ഉപ്പൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കിഡ്നി സംബന്ധമായിട്ട് കിഡ്നി സ്റ്റോൺ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാത്തവർക്ക് ഈ ഒരു ടിപ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെയുള്ളതാണ് പംകിൻ സീഡ്, നമ്മുടെ മത്തൻ കുരു എന്ന് പറയും. അപ്പോൾ ഈ മത്തൻ കുരു ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു ഇറ്റ്സ് എൻ ഇൻഫ്ലമേഷൻ, അപ്പോൾ ഒരു നീർക്കെട്ടാണ്. അപ്പോൾ ആ നീർക്കെട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പംകിൻ സീഡ് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കൂടാതെ നട്ട്സ് എന്ന് പറയുമ്പോൾ വാൾനട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട് പോലുള്ള സംഭവങ്ങൾ, അതിലുള്ള സിങ്ക് കണ്ടൻറ്റ് ഇറ്റ് ഓൾസോ എൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്. അപ്പോൾ അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ ഗ്രീൻ ടീ ഡെയിലി കുടിക്കുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാ ചായ കുടിക്കുന്നതിന് പകരം നിങ്ങൾ ഗ്രീൻ ടീ അതാക്കി മാറ്റുന്നതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പോമഗ്രനേറ്റ് കഴിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു സെഡൻഡറി ആയിട്ടുള്ള ഹാബിറ്റ് ഉള്ള ആളാണ്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്, വേറെ ബോഡി മൂവ്മെൻറ്റ്സുകളോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ ഇപ്പോഴും പറയും പെൽവിക് ആയിട്ടുള്ള മസിൽസിനും ആ ഭാഗത്തുള്ള ഓർഗൻസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കീഗിൾസ് എക്സസൈസ്. അതുപോലെ തന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉള്ള ആളുകളാണെങ്കിലും ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, ഉദാഹരണക്കുറവ്, അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ കീഗിൾസ് എക്സസൈസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ, സ്മോക്കിംഗ് പോലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ മുന്നേ പറഞ്ഞ ടിപ്സ് നിങ്ങൾ ഡെയിലി കുറച്ച് കാലത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഈ ഫുഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു മെഡിസിൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ ഇവിടെ ഒ പിയിൽ ഇതുപോലത്തെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ ലക്ഷണങ്ങളും നോക്കിയതിന് ശേഷം ഇതിൻ്റെ അണ്ടർലൈങ് കോസ് കണ്ടെത്തി, ഇതിൻ്റെ മൂല്യ കാരണം കണ്ടെത്തി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി, ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മരുന്ന് നിർണയം നടത്തി, യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഹോമിയോ മെഡിസിൻസ് ആണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ താഴത്തുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്.